അപ്പൊ നമ്മൾ നല്ല ചട്ടിച്ചോറ് കഴിക്കാൻ പോവാണ്. ചേട്ടാ ചട്ടിച്ചോറായോ? ചട്ടിച്ചോറായി. ആയി. എന്തൊക്കെ ഐറ്റംസ് അത്? ഇപ്പൊ ചോറ് ബാക്കിയുള്ള എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ കറികളുണ്ട്, വറുത്ത മീനുണ്ട്, മുട്ടയുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം ചോറിടുകയാണ്. അടുത്ത് കപ്പ, അതിന് അവിയല്, നെല്ലിക്കാച്ചാറ്, ചോറ്, കപ്പ കഴിഞ്ഞിട്ടില്ല. ഇത് തീയൽ, മീൻ വറുത്തത്, അയിലല്ലേ? അയല വറുത്തത്, ചിക്കൻ, അത് ബീഫാ? ഇത് ബീഫ് റോസ്റ്റ്. അടുത്ത മുട്ട, പുഴുങ്ങിയ മുട്ട, പപ്പടം. അപ്പം നമ്മളിത് ഈ ചട്ടിച്ചോറ് കഴിക്കാൻ പോവാണ്. നല്ല ബീഫ് ഉണ്ട്, മുട്ടയുണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൻ്റെ കൂടെ ഒഴിച്ചു കറികളും കൂടെ ഉണ്ട്. ഇതെല്ലാം ആയിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇത് ചട്ടിച്ചോറ് മാത്രമേ ഉള്ളൂ ഇന്ന്? പഴങ്കഞ്ഞിയുണ്ട്. പഴങ്കഞ്ഞിയുണ്ട്. അതവിടെ തരാം, കഴിച്ചു തുടങ്ങി. ഓക്കെ. അപ്പം നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ചേട്ടൻ പഴങ്കഞ്ഞിയായിട്ട് അങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ പഴങ്കഞ്ഞി വന്നു. അയല മീൻ വറുത്തതുണ്ട്. നമ്മൾ നേരത്തെ ഈ ചോറിനകത്ത് കഴിച്ചത് നെല്ലിക്കാച്ചാറാണ്, പക്ഷേ ഇത് നാരങ്ങാച്ചാറാണ്. മുളക് ചമ്മന്തി, ഉള്ളിത്തോരൻ, കരുവാടാണ്, ഉണക്കമീനാണ്. ഉണക്കമീനാണോ ഇത്? ഇത് ഉള്ളിയല്ല കേട്ടോ, ഉണക്കമീൻ തോരനാണ്. കഴിച്ചാലോ? അടിപൊളി പഴങ്കഞ്ഞി. ഇതിപ്പം വൈകിട്ടത്തേക്കുള്ള കറികളൊക്കെയാണോ ഉണ്ടാക്കുന്നത്? ഊണിൻ്റെതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ വൈകിട്ട് എന്തൊക്കെയാ? പൊറോട്ടയും പൂരി. കറി എന്തൊക്കെയാ? കടലക്കറി. ബീഫ് ഉണ്ടാവുമോ? ഇവിടെ പഴങ്കഞ്ഞിയും ഊണും മാത്രമൊന്നുമല്ല, കണ്ടില്ലേ, നിറയെ ചെറുകടികളും ഇവിടെ കിട്ടും. വൈകുന്നേരം ആവാറായി, അപ്പം ചായക്ക് വേണ്ടി ആൾക്കാർ വന്നു തുടങ്ങിയില്ലേ? കടിയൊക്കെ എപ്പോഴാണ് കൊടുത്തു തുടങ്ങുക? രാവിലെ ഉഴുന്നുവട, പരിപ്പ് വട, മോദകം, ഇത് 3 ഐറ്റം രാവിലെ റെഡിയാവും. ഉച്ചയ്ക്ക് ശേഷം വാഴയ്ക്ക റോസ്റ്റ്, അത് കഴിഞ്ഞ് പഴംപൊരി, പഴക്കേക്ക്, ഇതെല്ലാം ഉച്ചയ്ക്ക് ശേഷം. നമ്മുടെ തിരുവനന്തപുരം വെള്ളറട പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് കണൂർക്കോണം ബ്രദേഴ്സ് എന്ന് പറയുന്ന കടയാണിത്. 2 കടകളുണ്ട് ഇവർക്ക്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് 2 കടകളും. നമുക്ക് എന്തായാലും തൽക്കാലം ഈ കട്ടൻ ചായ കുടിച്ചിട്ട് ബൈ പറയാം. ബൈ.